ഇപ്പത്തെ തലമുറയിൽ ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. എന്താ പറഞ്ഞേ? ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. യോ ബ്രോ, അപ്പൊ താൻ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കുന്നത്. ആൺകുട്ടികൾ മുടി വളർത്തി നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങളെ ടൈപ്പ് ഓഫ് ജീൻസും ബാഗി ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നില്ലേ? പെൺകുട്ടികളാണ് ജീൻസ് പാന്റ് ഷർട്ട്. നമ്മൾ അങ്ങോട്ട് പേര് ചോദിക്കണം, എന്താ പേരെന്താ? ആ പെൺകുട്ടിയായിരുന്നു അല്ലേ? എന്തോ എങ്ങനെ? പെൺകുട്ടിയായിരുന്നു അല്ലേ? കേക്കലേ? പെൺകുട്ടിയായിരുന്നു അല്ലേ? സത്തമാ? പെൺകുട്ടിയായിരുന്നു അല്ലേ? ഇപ്പൊ ഓക്കെ. വൺസ് വിക്കി തക് സെഡ് സണ്ണി ലിയോൺ വെടിയാണെന്ന് മിയ ഖലീഫ പറയുന്ന പോലെ ഉണ്ട്. ഇത് കൂടുതലൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ജാസിയുടെ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂവിനകത്തുള്ള കുറച്ച് ഭാഗങ്ങളാണിത്. അപ്പൊ ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ വരാതിരിക്കും, ഇതല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്താണ് ജാസിയുടെ ഏറ്റവും പുതിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ കറങ്ങി കളിക്കുന്ന ഒരു കാര്യമാണ്. ജാസിയും ആഷിയും തമ്മിൽ പിണങ്ങി പിരിഞ്ഞു, അടിച്ച് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ എടുക്കണ്ട. ഇത് നിങ്ങളുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു റോസ്റ്റിംഗ് വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്ന ആഷിയുടെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. എനിക്ക് ഇതിന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ അടിയൊക്കെ കൊണ്ടെന്നോ? എവിടെ കളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാന്നാ പറയുന്നത്. പിന്നെന്താ, ഈ റിലേഷൻ ഏകദേശം റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. എന്നെ ഇഷ്ടാണോ? അയ്യടാ, അല്ലെങ്കിൽ പ്രേമിക്കാൻ പറ്റിയ സാധനം. പിന്നെ അവൻ പറഞ്ഞ എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു വാക്കുകൊണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിനു കൊണ്ട് നിൽക്കണേ. എല്ലാ വീഡിയോസും കണ്ട ഗൈസിന് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം, അറിയാലോ. അതെ, ഒരു ഹാപ്പിനെസ് ഇല്ലാതെ ഒരുപാട് വേദനകളും യാതനകളും സഹിച്ചുകൊണ്ടാണ് ഇവർ കഴിഞ്ഞു പോകുന്നത്. കാര്യം ഒരുപാട് അടികൾ കൊണ്ടു. കാര്യം മുഖത്തൊക്കെ ആ ഒരു പാടൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ബാക്കി കൂടെ കേൾക്കാം നമുക്ക്. ആക്ട് ചെയ്യാൻ നടക്കാറില്ല. നമ്മളൊരു ഷോപ്പിൽ പ്രൊമോഷന് കയറിയിരിക്കുകയാണ്. ആ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്നതടക്കം. ഓക്കെ, പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്നതടക്കം. പിന്നെന്താ, എനിക്ക് വേറെ ജോബൊക്കെ കിട്ടി ഞാനൊക്കെ സെറ്റായി നാട്ടിൽ പോയിട്ട് വരാറുമ്പോൾ ഇവ എന്നെ നാട്ടിലേക്ക് വിടില്ല. എൻ്റെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെച്ച് ഭയങ്കര ബ്ലോക്കിങ്. അപ്പോൾ ഒരു ഹെൽപ്പിന് വേണ്ടി തന്നെ നന്ദിനി റെഡ്ഡി പറഞ്ഞ പെൺകുട്ടിനെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞ ഹെൽപ്പ് ചെയ്യാം എന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് ഗൈസ്, ഇവിടെയൊക്കെ ഭയങ്കര പെയിനാണ്. ഇതുണ്ട്, ഇതൊക്കെ കടിച്ച പാടാണ്. അവിടെയൊക്കെ ഭയങ്കര പെയിനാണ്. കാര്യം എന്തുവാ, കടിച്ചു പറയാന്ന് ഒരു മയത്തിലൊക്കെ ഒന്ന് കടിക്കണ്ടായോ? ഇതന്നെ കടിച്ച് മൊബൈലിൽ ഇത് വെച്ച് കുത്തിയതാണ്. പിന്നെ ഇതൊക്കെ അടിക്കുമ്പോൾ വലുത് നെഗപ്പാടാണ് ഗൈസ്. പിന്നെന്താ, സത്യം പറഞ്ഞാൽ 3 മിനിറ്റ് ഉള്ളൂ വീഡിയോ, ഫുള്ളായി സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത എന്തായാലും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അടിച്ചങ്ങ് ഇല്ലാണ്ടാക്കി. കാര്യം ആ മുഖത്തെ പാടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത് പണ്ട് ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞപ്പോൾ ഒരു വീഡിയോ ആണെന്നുള്ളതാണ് ഇപ്പോൾ അവർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും അവരുടെ ചാനലിനകത്തോടെ തന്നെ അവർ പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അതൊന്നും നമുക്ക് കേൾക്കാം. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇത് പണ്ടുള്ളൊരു വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കിട്ടാൻ വേണ്ടി വീണ്ടും ഓരോരുത്തർ കൊണ്ടിടുന്നതാണ്. സെക്കൻഡ് തിങ്, ഒരു ഉസ്താദിന്റെ ഒരു വോയിസ്, അത് എൻ്റെ വോയിസ് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ വോയിസ്. കാരണം ആ സമയത്ത് എൻ്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാനൊരു ഉസ്താദിന് അയച്ച വോയിസുകളാണ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ആ ഉസ്താദിന്റെ കറി കളിക്കുന്ന ഒരു വോയിസ് ഉണ്ടല്ലോ, അന്ന് ഇവർ അടിച്ച് പിരിഞ്ഞപ്പോൾ ഉള്ള വോയിസ്, അതിന് നിങ്ങളൊന്ന് കേൾക്കണം. ഭയങ്കര കോമഡിയാന്നേ. എന്താണ് എന്റെ ഉസ്താദെ പറയണത്? ഒന്ന് നല്ലപോലെ നോക്കി പറയോ? അപ്പൊ നേരത്തെ ഉസ്താദെ പറഞ്ഞത് മുന്നോട്ട് എന്ന്. അവന്റെ മനസ്സിൽ എന്താണുള്ളത് അറിയാൻ പറ്റുമോ? അപ്പൊ മുന്നോട്ട് പോകൂലെന്നേ ഞാൻ ടൈപ്പ് ചെയ്യായിരുന്നു. അപ്പൊ അത് മുഴുവനാവാത്തത് കൊണ്ട് അങ്ങനെ വന്നത്. എന്താ അറിയില്ല, അത് മുന്നോട്ട് പോവാത്തതാണ് കാണുന്നത് കേട്ടോ. ഇതിപ്പോ മുന്നോട്ട് പോവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് പറയോ? അതെല്ലാം ചെയ്യാം. മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നീന്ന് പിടിച്ചു വെക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. പ്രശ്നമൊന്നുമില്ല. ഉസ്താദെ, പിന്നെ ഒരു ചെറിയ തെറ്റുണ്ട്. അവന്റെ ഉമ്മാന്റെ പേര് ആയിഷ എന്നല്ല, ആസിയ എന്നാണ് അത്രേ. ആസിയ. എന്റെ ഉമ്മാന്റെ പേര് സൈനബ. അപ്പൊ ഒന്ന് നോക്കിയിട്ട് പറയോ? ആയിഷ അല്ല, ആയിഷ കേട്ടോ, ആസിയ. ഉസ്താദ് ഒന്ന് ഇപ്പൊ ഒന്ന് നോക്കിയിട്ട് പറയോ പ്ലീസ്? ഉസ്താദിന്റെ മനസ്സിൽ സമാധാനത്തിനാണെന്ന് പറയൂ പ്ലീസ്. പറഞ്ഞത് ആയിഷ അല്ല, ആസിയ ആണ് അവന്റെ ഉമ്മാന്റെ പേര്. അവന്റെ ഉമ്മാന്റെ പേര് ആസിയ, അവന്റെ പേര് ആഷിഖ്. എന്റെ ഉമ്മാന്റെ പേര് സൈനബ, എന്റെ പേര് ജാസി. അത് ഇനി വീണ്ടും ഒന്നും കൂടി ഏറ്റവും കൂടെ അടുക്കും. പിന്നെ ലാസ്റ്റ് പിന്നെ മറ്റേ ഒഴിവാക്കണതാണ് കാണുന്നത്. അഡ്രസ് വെച്ചിട്ട് തന്നെ നോക്കി കേട്ടാ. ചിലപ്പോ ഒന്നും കൂടി ചാൻസ് ഉണ്ട് പഴയ പോലെ ആവാന്. പിന്നെ
എന്നേക്കുമായിട്ട് വിടും. എന്നേക്കുമായിട്ട് വിടും. എന്ത് പിന്നെ നോക്കി എന്നൊക്കെ പറഞ്ഞല്ലോ, എന്താ കബഡി നരി നോക്കും, പിന്നെ മഷി ഇട്ട് നോക്കൂ. എന്തുവാടെ ഇതൊക്കെ നോക്കിയെന്ന്. എൻ്റെ പൊന്നു, അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ കേരള പോലീസിന് ഇതുപോലെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്ന ഒരുപാട് കേസുകളൊക്കെ ഇല്ല. അതൊക്കെ ആ ഫയലൊക്കെ നേരെ ഈ ഉസ്താദിൻ്റെ കൊണ്ട് കൊടുക്ക്. ഉസ്താദ് മഷിയിട്ട് കണ്ടുപിടിച്ച് തരും. എന്നാ ഒരു ഉസ്താദല്ലേ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചത്. അപ്പൊ അത് നമ്മൾ കേൾക്കാം. അങ്ങനെ എന്നെ ഒഴിവാക്കി പോവാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഞങ്ങൾ പറ്റ ഒഴിവാക്കുകയാണെങ്കിലും അതിനുള്ള കാരണം എന്തേക്കാരും എൻ്റെ അടുത്തുള്ള കാരണമാണോ അതോ അവൻ്റെ അടുത്തുള്ള കാരണമായിരിക്കും ഉണ്ടാവും ഉസ്താദ്? അതൊന്ന് പറഞ്ഞിട്ട് അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവോ? എൻ്റെ അടുത്തുനിന്നൊരു കാരണം ഉണ്ടായിട്ടല്ല, അവന്റെ മനസ്സിനൊരു മാറ്റം വരുന്നതാണത്. ഇപ്പൊ എന്റെ അവസ്ഥ അതൊന്നും ചെയ്യാൻ പോവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേന്ന്. അപ്പം അതായത് എന്തെങ്കിലും മന്ത്രവാദത്തിലൂടെയോ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവരിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭിചാരം, ബ്ലാക്ക് മാജിക് അനുവദിക്കരുത്. നമ്മളിത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഇനി അവരുടെ ചാനലിൽ ബാക്കി പറയുന്ന കാര്യങ്ങളൂടെ നമുക്ക് കണ്ടിട്ട് വരാം. മാനസികമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറെ ഈ കുട്ടി കുറെ ട്രോളന്മാർ ഫ്രണ്ട്സ് ഉണ്ട്. ഈ ട്രോളന്മാരെ വെച്ചിട്ട് കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ താറടിക്കുന്ന കുറെ വീഡിയോസും ഞാനും ഇവര് എടുത്ത് വീഡിയോ ചെയ്യാം. അല്ല, ഇമാതിരി വർത്താനമൊക്കെ വന്ന് ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പിടിച്ച് ട്രോൾ ചെയ്യൂലേടി. പുറത്തോട്ട് അറിയാൻ കഴിഞ്ഞാൽ ആണുങ്ങൾ ചെയ്താ പെണ്ണുങ്ങൾ ചെയ്താ അത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റൂല. അത് ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണാടിയൊക്കെ നോക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് ഇവര് എന്താ പറയാ, ഈ ആൾക്കാരിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഞങ്ങളെ കൊണ്ട് വരുത്തിക്കുന്ന രീതിയിൽ ഇവർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതപരമായിട്ടും വർഗീയമായിട്ടും ഞങ്ങളെ റിലേഷൻ ആയിട്ടും ഞങ്ങളെ റിലേഷനിൽ കളിച്ചിട്ടും ഞങ്ങൾ കുണ്ടം മാലന്തിന അങ്ങനെ അണ്ടിത്ത അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഷ്ടമുണ്ട്. അവരെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപാട് തളർന്നു അല്ലേ. അതാണ് അവരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഷ്ടമുണ്ട് അവരുടെ കാര്യം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എത്ര വീഡിയോ ചെയ്താലും അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. തൊട്ട് മുന്നേ ഇതല്ലല്ലോ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്, പ്രശ്നത്തിലാക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ വീഡിയോ ഒന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലടി. എവിടെയെങ്കിലും ഏതെങ്കിലും ഒന്ന് പറയും. ഈ സമയത്ത് ഊബറിൽ പോകുമ്പോൾ എന്റെ ഫ്രണ്ട് ചോദിക്കുകയാണ്, എന്റെ ഈ കുട്ടി കുറെ കൊല്ലങ്ങളായിട്ട് എന്താ ജാസ്മിനെ വിടാണ്ട് പിടിച്ചിരിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അപ്പോഴാണ് ഈ കുട്ടി വീഡിയോസ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ കുറേ അടിയിൽക്കും കുറേ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ ഞാൻ തന്നെ, ഞാൻ ഇല്ലാത്തൊരു വീഡിയോ ഇല്ല. എനിക്കറിയില്ല റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കറിയില്ല. പക്ഷെ ഇത് നമ്മൾ വിട്ട കേസ് ഒരു വട്ടം പറഞ്ഞ് ക്ലിയർ ചെയ്ത് വിട്ട കേസാണ്. അപ്പോൾ ഇത് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു മാനസിക അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ ഇന്റർവ്യൂവിൽ ആ കുട്ടിയുടെ പേര് പറഞ്ഞത്. ആ പേര് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് റിഗ്നറ്റ് ഉണ്ട്. കാരണം പേര് പറയേണ്ടായിരുന്നു. വെറുതെ ആ കുട്ടിനെ പറഞ്ഞിട്ട് എന്തിനാ അതിലേക്ക് വലിച്ചയച്ചിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഇതോട് ഈ ഒരു വീഡിയോട് കൂടി ഇതിനുള്ള എല്ലാ എക്സ്പ്ലനേഷനും കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞില്ല. ഇവരുടെ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ആഷിനെ ആണെങ്കിൽ പിടിച്ചു വെച്ചേക്കാണ്, ഈ പിടി അങ്ങോട്ട് വിടുന്നില്ല, ആഷി പെട്ടിരിക്കുകയാണ്, ആഷി നല്ലൊരു ജീവിതം കണ്ടെത്തും, അങ്ങനെയൊക്കെ കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഇവര് നല്ല രീതിയിലായിരിക്കും ജീവിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന. പ്രശ്നങ്ങളൊന്നും ഇന്നലകളിൽ അന്ന് വന്നേക്കുന്ന ഇഷ്യൂസ് പോലൊന്നും ഇപ്പം ഉണ്ടായിരിക്കില്ലായിരിക്കും. അതായിരിക്കും അവർ ആ രീതിയിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആഷി അവിടെ പെട്ട് കിടക്കാണ് എന്നുള്ള രീതിയിലൊക്കെ. ഈ ആഷി എന്ന് പറഞ്ഞൊരു വ്യക്തി എനിക്ക് എന്റെ ലൈഫിൽ വളരെ വലുതാണ്. കാരണം എനിക്ക് അത്രത്തോളം ഇവനെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ലേ? പിന്നെ ഇഷ്ടമല്ലെന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ. കടിച്ചു പറി മോന്തൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഫോണും കണ്ടെറിഞ്ഞുള്ള പാട് ഓർക്കുമ്പോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിരിയാൻ പറ്റൂല. പിന്നെ ഒരു വട്ടം ഉണ്ടായ സംഭവം അത് ആഷിയുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക്, 100% എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒരു വാശിപ്പുറത്ത് ചെയ്ത് ഒരു വാശിപ്പുറത്ത് ചെയ്ത സംഭവമാണ് അത്. അതിൽ ഒരുപാട് ആൾക്കാർ അതങ്ങനെ വരൂ. കാരണം കടിച്ചു പറി കിട്ടിയത് ഇവിടെ ഇല്ലയോ. അപ്പൊ എന്റെ ഭാഗത്താണ് ഈ മിസ്റ്റേക്ക് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണേ. അവരുടെ നിരപരാധിത്വം ഒന്ന് മനസ്സിലാക്ക്. പിന്നെ എല്ലാരും കൂടെ അവരെ അങ്ങ് അറ്റാക്ക് ചെയ്യുവാണ്. നെവർ ഡു ദാറ്റ്. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കാണ് പേഴ്സണലി ആഷി പട്ടി ലോക്കാണ്, ആഷി ഞാൻ പട്ടി ലോക്കോ പേഴ്സൺ ആണ്. ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഒരു ലൈഫിൽ ഒരു നല്ല പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ജെൻഡർ മനസ്സിലാക്കി, നമ്മളെ വിഷമങ്ങൾ മനസ്സിലാക്കി, നമ്മളെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് വിഷമത്തിലൂടെ പോകുന്ന ഒരു ആൾക്കാരാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് വേദന സഹിച്ചും ഒരുപാട് സങ്കടപ്പെട്ടും പോകുന്ന വ്യക്തികളാണ്. എന്നിട്ടും ഞങ്ങൾ ഈ പേഴ്സണലി ഈ പറയുന്ന ആ കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഈ ട്രോളന്മാരാണെങ്കിലും കുണ്ടൻ ചാന്ത് തൊട്ട് 9 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞങ്ങളുടെ സിറ്റുവേഷൻ എന്താണുള്ളത്. നിങ്ങളൊക്കെ ഒരു സ്ത്രീ ആണെങ്കിൽ പുരുഷനാണ്, നിങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാം. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് പല ഒറ്റപ്പെടുത്തലുകൾ കളിയാക്കല് എല്ലാം ഇതാക്കി ഞങ്ങൾ മെന്റലി ഞങ്ങൾ ഒരുപാട് തകർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പല ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സണലി എല്ലാവരും കാര്യം പറയാം. എന്റെ പേഴ്സണൽ കാര്യം ഞാൻ അത്രയും വിഷമത്തിൽ വന്ന വ്യക്തിയാണ്. ആ സമയത്ത് എന്നെ കൈ പിടിച്ചു വരുന്നതും എനിക്ക് സ്നേഹം തന്നതും, എനിക്ക് സ്നേഹിക്കപ്പെടാത്ത ആൾക്കാർക്ക് ഒരു സ്നേഹം കിട്ടുമ്പോൾ ആ സ്നേഹം നമുക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. ആ വിഷമത്തിന്റെ പേരിലാണ് ഞാൻ അവസ്ഥ മെസ്സേജ് അയക്കുന്നത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. ഇത് കേൾക്കുമ്പോൾ പല ആളുകൾക്കെങ്കിലും അയ്യോ പാവം അങ്ങനെയുള്ള ഒരു സങ്കടമോ കാര്യങ്ങളൊക്കെ തോന്നും. നമുക്കാണെങ്കിലും തോന്നും. കാര്യം എന്ന് വെച്ചാൽ അവർ ഈ ഒരു സമൂഹത്തിൽ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ജീവിതത്തിൽ
അത്തരം യാതനകളും വേദനകളും ഒക്കെ സഹിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. എന്നും പറഞ്ഞോണ്ട് സകലമാന ഇന്റർവ്യൂവിനകത്തും കയറിയിട്ട് ഇമ്മാതിരി കോക്കാമ്പീച്ച വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ പറയൂലേടെ. ആൾക്കാർക്ക് ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർ ട്രോൾ ചെയ്യും. അത് ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറാവണം. അല്ലെങ്കിൽ പിന്നെ ഇമ്മാതിരി പരിപാടികൾ കാണിക്കാൻ കൊണ്ട് നിൽക്കരുത്. എത്രയോ ആൾക്കാർ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണെങ്കിൽ എത്രയോ മാന്യമായിട്ട് അടിപൊളിയായിട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് വന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയോ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇത്തരം കോപ്പറയൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ പറയും. അത് സ്വാഭാവികം. പിന്നെ മുമ്പ് സംഭവിച്ചിരിക്കുന്ന ആ ഒരു വഴക്ക് കാര്യങ്ങളൊക്കെ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത് ഇതിനോട് ഒരിക്കലും നമ്മൾ യോജിക്കുന്നില്ല. അത് അവർക്ക് വേദനകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ബാക്കി ഇനി പറയുന്ന കാര്യങ്ങൾ ഇനി നിങ്ങളൊന്ന് കേട്ടോ. ഇവന്റെ പാസ്പോർട്ട് ഞാൻ പിടിച്ചത് എനിക്ക് എന്താ ആവശ്യം എന്താണുള്ളത്? ഇവന്റെ പാസ്പോർട്ട് ഇവന്റെ വീട്ടിൽ തന്നെയുള്ളത്. എന്റെ ഇവന്റെ പാസ്പോർട്ട് ഇല്ല. ഇവന്റെ വീട്ടിൽ ഇവന്റെ പാസ്പോർട്ട് വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്നുണ്ട്. എന്റെ പാസ്പോർട്ട് എന്റെ ഉമ്മാന്റെ അടുത്താണ്, എന്റെ നാട്ടിലുള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ എന്റെ പാസ്പോർട്ട് എന്റെ ഉമ്മാന്റെ കയ്യില്, അവന്റെ പാസ്പോർട്ട് അവന്റെ ഉമ്മാന്റെ കയ്യില്. എന്തേ ഒരുമിച്ച് നിങ്ങൾ കൈ വെക്കാത്തത്? പണ്ടത്തെ കൂട്ട് അന്ന് ആശി പറഞ്ഞ പോലെ എന്നെ കടിച്ചു പറിയായിരുന്നു. എൻ്റെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ കടിച്ചു പറി പേടിച്ചിട്ടാണോ? പിന്നെ ഇനിയും ജാസിക്ക് തിരിച്ച് ദുബായിലോട്ട് പോകാൻ പറ്റുമോ? അതിന്റെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനത്തെ കുറെ ചർച്ചകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത്. ഇത് കണ്ടോളൂ. അശ്ലീലം പറയുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ, പെൺകുട്ടികൾ ഇങ്ങനെയാണ് വളർത്തുന്നത്? എന്ത് വളർത്തിനും പറയാനാണോ? അല്ല, ട്രോളന്മാര് ഇങ്ങനെ ട്രോൾ ചെയ്യേണ്ട പേരിലാണ് ഇത് കാണിച്ചത്. അപ്പൊ എന്റെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം അവരിനി എന്തൊക്കെയായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്? എന്റെ പൊന്ന് തമ്പുരാനെ, പിള്ളേരെ ആരും അതിന്റെ ലിങ്ക് ഒന്നും എനിക്ക് അയച്ചു തരാൻ നിൽക്കില്ല. ഞാൻ ഇനി ആ വഴിക്കൂട്ടി തിരിച്ചു നോക്കാൻ പോകുന്നില്ല. കാര്യം ഇതിലും ഭീകരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണേണ്ടി വന്നാലോ? ട്രോളന്മാര് ട്രോൾ ചെയ്യാൻ ഇത് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? സോ ഗൈസ്, ബേസിക്കലി ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരോ കാര്യങ്ങളൊന്നുമില്ല. കാര്യം എൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം ഞാനൊരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു വ്യക്തിയല്ല. എല്ലാ മനുഷ്യരെയും മനുഷ്യനായിട്ട് മാത്രം കാണുന്ന, ഒരു വേർതിരിവുകൾ ഇല്ലാതെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് നിങ്ങൾക്ക് അറിയാം. കാര്യം ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലുള്ള പല ആളുകളെ സപ്പോർട്ട് ചെയ്ത് മുമ്പ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതേ ജാസിനെ തന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ കമ്മ്യൂണിറ്റിയിലുള്ള പല ആളുകളും ഞങ്ങൾ ഈ ഒരു സമൂഹത്തിൽ എന്തോ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടലുണ്ട്. അതായത് ഓവറായിട്ട് കുറെ പരിപാടി കാര്യങ്ങൾക്ക് റോഡിലോട്ട് ഇറങ്ങിയിട്ട് വലിയ ജാഥ പോലത്തെ ഒരു കുറേ കോപ്രായങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതുപോലെ ഒന്ന് ഇന്റർവ്യൂവിനകത്ത് ഒത്തിരി പറയുകയാണ്, വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആണുങ്ങളെ പെണ്ണുങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂലടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് സ്വയമേ ഒന്ന് ചിന്തിക്കണ്ടേ, ഒന്ന് ആലോചിക്കണ്ടേ? കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.